ഹലോ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. സൈക്കിൾ ഇൻവെൻറ്റ് ചെയ്തത് 19ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലാണ്. അതിൽ കാൽഡാരിയസ് എന്ന് പറഞ്ഞ ഒരാളാണ് സൈക്കിൾ ഇൻവെൻറ്റ് ചെയ്യുന്നത്. ആ സൈക്കിളിൻ്റെ പേര് ഡാൻഡി ഹോഴ്സ് എന്നായിരുന്നു. അതിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ പറയുകയാണെങ്കിൽ വുഡൻ ഫ്രെയിം ആയിരുന്നു. വുഡൻ ഫ്രെയിമിൽ 2 ടയർ വന്നിട്ട് പിന്നെ പെഡലും ചെയിനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആ സമയത്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ നമ്മൾ നാടൻ ഭാഷ പറയുകയാണെങ്കിൽ കാല് വെച്ച് തുഴഞ്ഞു പോവുക, അങ്ങനത്തെ ആ ഒരു രീതിയിലായിരുന്നു സൈക്കിള് ആ സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് 1868 പെന്നി ഫാർത്തിങ് എന്നുള്ള ടൈപ്പ് സൈക്കിള് ഇൻവെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് എങ്ങനെ പറയുകയാണെങ്കിൽ ഈ സാഡിലിരുന്നിട്ട് ആ സമയത്തും ചെയിനോ അല്ലെങ്കിൽ വേറെ ക്രാങ്കോ അതൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഡയറക്റ്റ് ഈ വീലിൽ നിന്ന്, അതായത് ഫ്രണ്ട് വീലിലാണ് പെഡൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്തായിരുന്നു മൂവ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം 1886 ചെയിനും ക്രാങ്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരികയും ഇപ്പോൾ അതായത് നമ്മൾ കാണുന്ന മോഡേൺ സൈക്കിൾസ്, അതായത് സെയിം വീൽ സൈസുള്ള ആ ഒരു രീതിയിലേക്കുള്ള സൈക്കിളിൻ്റെ ഒരു ഇൻവെൻഷനൊക്കെ ഉണ്ടായത്. പിന്നെ അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക് സൈക്കിൾ വരെ എത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു 200 വർഷത്തിനുള്ളിൽ ഏകദേശം നമുക്ക്, അതായത് നമ്മൾ ഈ വേൾഡിൽ ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളതുമായ ഏകദേശം ഒരു 100ൽ പരം സൈക്കിൾസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ഈ വരുന്ന വീഡിയോകളിൽ സംസാരിക്കാൻ പോകുന്നത്. നമ്മളീ പറഞ്ഞ 100 അല്ലെങ്കിൽ 100+ ടോട്ടൽ ഈ ലോകത്തുള്ള മൊത്തം സൈക്കിൾസിനെ നമ്മൾ ഒരു ചെറിയ കാറ്റഗറിയിലേക്ക് ചുരുക്കുവാണ്. അതായത് അത് ഒരു 10 കാറ്റഗറിയായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് തന്നെ അത് ഫങ്ഷൻ, അതായത് അതിപ്പോൾ നമ്മൾ സംസാരിച്ച പോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻ ചെയ്യുന്ന രീതിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. പിന്നെ സ്പോർട്ട്, അതായത് പൊതുവേ അത് ഏത് രീതിയിലുള്ള സ്പോർട്സ് ഐറ്റംസിനാണ് അത് യൂസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. പിന്നെ അതിൻ്റെ നമ്പർ ഓഫ് വീൽസ്, അതായത് ആ സൈക്കിളിൽ എത്ര വീലുണ്ട്. ഇപ്പോൾ ആ യൂണിക് സൈക്കിളൊക്കെ നോക്കുകയാണെങ്കിൽ സിംഗിൾ വീൽ ഉണ്ടാവുള്ളൂ. ടാൻഡം സൈക്കിൾ നോക്കുകയാണെങ്കിൽ 3 വീലുണ്ടാവും. പിന്നെ നമ്പർ ഓഫ് റൈഡേഴ്സ്, അതായത് എത്ര ആളുകളാണ് ആ സൈക്കിൾ റൈഡ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് പാർട്ടി ബൈക്ക് എന്നൊക്കെ പറഞ്ഞ ടൈപ്പ് ബൈസൈക്കിൾസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 പേര് 7 പേര് ആ രീതിയിലുള്ള അത്രയും പേർക്ക് ഇരിക്കാവുന്ന അല്ലെങ്കിൽ സഞ്ചരിക്കാവുന്ന കപ്പാസിറ്റി ആ സൈക്കിൾസിനുണ്ടാവും. പിന്നെ ബിൽഡിംഗ് മെറ്റീരിയൽ, അതായത് ആ സൈക്കിൾ ഏത് രീതിയിലുള്ള മെറ്റീരിയൽ വെച്ചാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വുഡൻ സൈക്കിൾസ് ഉണ്ട്, പിന്നെ അലൂമിനിയം, കാർബൺ ബൈക്ക്, അതുപോലെയുള്ള ഒരുപാട് സാധനങ്ങൾ. ഇപ്പോൾ ബാംബൂ സൈക്കിൾ, അപ്പോൾ അതുപോലെയുള്ള ഒരുപാട് ബിൽഡിംഗ് മെറ്റീരിയൽ വെച്ച് സൈക്കിൾ ബിൽഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. പിന്നെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ കഴിയുന്നത് റൈഡർ പൊസിഷൻ, അതായത് റൈഡർ എങ്ങനെയാണ് സൈക്കിൾ ഇരിക്കുന്നത്. യൂണിക് സൈക്കിളിൻ്റെ ഒരു പൊസിഷനിലല്ല ഇപ്പോൾ ഒരു റോഡ് സൈക്കിളിൽ ഇരിക്കുന്നത്. പിന്നെ നമുക്ക് ചാരിക്കിടന്ന് ചവിടുന്ന ടൈപ്പ് സൈക്കിൾസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രെയിം ഡിസൈൻ, അത് ഏത് രീതിയിലാണ് ഫ്രെയിം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഗിയറിങ്, അതായത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സിംഗിൾ സ്പീഡ് സൈക്കിളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ റോഡ് സൈക്കിൾസിൻ്റെ കേസിൽ വരികയാണെങ്കിൽ 18 മുതൽ 30 വരെ ഗിയർ എണ്ണമുള്ള സൈക്കിൾസ് ഉണ്ട്. ഈ ഒറ്റ വീഡിയോയിൽ നമുക്ക് ഇതെല്ലാം ഉൾപ്പെടുത്തുക എന്നുള്ളൊരു പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടോട്ടൽ സൈക്കിൾസിനെ ഒരു 10 കാറ്റഗറി ആയിട്ട് തിരിച്ച് അതിലാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇപ്പോൾ ഒരു നോർമൽ വ്യക്തി ഉപയോഗിച്ചിട്ടുള്ളതോ കണ്ടിട്ടുള്ള ഒരു സൈക്കിൾസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹൈബ്രിഡ് സൈക്കിൾ, MTB, ടൂറിങ് സൈക്കിൾ, ഗ്രാവൽ ബൈക്ക്, യൂണി സൈക്കിൾ, ടാൻഡം ബൈക്ക്, ഫാറ്റ് ബൈക്ക്, ഇലക്ട്രിക് സൈക്കിൾ. അപ്പം അങ്ങനെയുള്ള ഒരു 10-12 രീതിയിലുള്ള സൈക്കിൾസേ നമ്മൾ കണ്ടിട്ടോ അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാവുന്ന ഒരു ചെറിയ കാറ്റഗറി സൈക്കിൾ അല്ലെങ്കിൽ ഒരു വളരെ കുറച്ചെണ്ണം സൈക്കിൾ മാത്രം നമുക്ക് അറിയാൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ബാക്കിയുള്ള സൈക്കിൾസിനെ നമ്മൾ പരിചയപ്പെടുകയാണ് ഈ വരുന്ന വീഡിയോയിലൂടെ. ഇപ്പോൾ നമ്മളൊരു മൊബൈലോ അല്ലെങ്കിൽ ലാൻഡ് ഫോണോ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ആശയം ശബ്ദം കൊണ്ട് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തിക്കുക. ഇപ്പോൾ നമ്മൾ അല്ലാതെ ഒരു ക്യാമറ എടുക്കുകയാണ്, ക്യാമറയുടെ ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈമറി ഫംഗ്ഷൻ ഫോട്ടോയോ വീഡിയോയോ അതേതെങ്കിലും ക്യാപ്ചർ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത് ഫംഗ്ഷൻ വെച്ച് ഡിഫറെൻറ്റ് ഫംഗ്ഷനുള്ള ഒരു 14 ടൈപ്പ് സൈക്കിൾസിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഫംഗ്ഷൻ കൊണ്ട് കാറ്റഗറൈസ് ചെയ്യാവുന്ന സൈക്കിൾസ് ഇതൊക്കെയാണ്: റോഡ് സൈക്കിൾ, ഹൈബ്രിഡ് സൈക്കിൾ, MTB, സൈക്ലോ ക്രോസ്, റേസിംഗ് സൈക്കിൾ, ട്രയാത്ലോൺ സൈക്കിൾ, BMX. ഈ പറഞ്ഞ സൈക്കിൾസൊക്കെയാണ് നമുക്ക് ഫംഗ്ഷൻ കൊണ്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ റോഡ് സൈക്കിളിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ ആ റോഡ് സൈക്കിളിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡിൽ മാക്സിമം സ്പീഡിൽ പോവുക, ആ ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ അവിടെ നിന്ന് ആ ഒരു സ്പെസിഫിക് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് അത് ഡിസൈൻ ചെയ്തിരുന്നത് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ റോഡ് സൈക്കിളിൻ്റെ ഫംഗ്ഷൻ അല്ലാതെ വേറൊരു രീതിയിൽ ഓഫ് റോഡിങ് അതുപോലുള്ള വേറെ ഏതെങ്കിലും കാര്യത്തിനാണ് ഈ സൈക്കിൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ റോഡിൽ, അതായത് ഈ പ്ലെയിൻ റോഡിൽ ആ സൈക്കിളിന് നമുക്ക് തരാവുന്നൊരു പെർഫോമൻസ് ഉണ്ട്.
അപ്പോൾ ആ ഒരു രീതിയായിട്ട് നമുക്ക് ഒരിക്കലും ഈ ഒരു ഓഫ് റോഡിങ്ങിനെ അതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഫങ്ഷൻ വെച്ചിട്ട് ഈ സൈക്കിളിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. നമ്മൾ എം ടി ബിയിലേക്ക് നോക്കുകയാണെങ്കിൽ എം ടി ബിയുടെ പൊതുവായ ഒരു ഫങ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോശമായ റോഡുകളിൽ ഉപയോഗിക്കുക, അതുപോലെ ഡൗൺ ഹില്ല് ചെയ്യുക, അപ്പ് ഹില്ല് ചെയ്യുക, അതുപോലുള്ള കുറച്ചും കൂടി ഇപ്പോൾ റോഡ് സൈക്കിളിൽ നിന്ന് കുറച്ചും കൂടി അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എം ടി ബി നമ്മൾ പൊതുവെ ഉപയോഗിക്കുക. അപ്പോൾ എം ടി ബിയുടെ നമ്മൾ കാഴ്ചയിലുള്ള പൊതുവായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രെയിം കുറച്ചും കൂടെ വണ്ണം ഉണ്ടാകും, കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും. പിന്നെ റോഡ് ബൈക്കിൻ്റെ ഡ്രോപ്പ് ഹാൻഡിൽ നിന്ന് വ്യത്യാസമായിട്ട് റേസർ ബാർസ് ആയിരിക്കും. അതായത് നമുക്ക് ഒരു അപ്രൈറ്റ് പൊസിഷൻ തരുന്നതിന് വേണ്ടിയിട്ടാണ്, നമ്മളുടെ കംഫർട്ടും ഒക്കെ കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അത്. പിന്നെ ഹാൻഡിൽ കുറച്ച് വൈഡായിരിക്കും. ഹാൻഡിൽ വൈഡ് ആവുന്നത് നമ്മളുടെ ഈ പറഞ്ഞ ഡൗൺ ഹിൽ, അപ്പ് ഹിൽ അതുപോലത്തുള്ള കാര്യങ്ങളിൽ നമ്മൾ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഹാൻഡിലിങ് കുറച്ചും കൂടെ കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാർ ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ടയർ കുറച്ച് സ്റ്റഡ്സ് ഇപ്പോൾ ഈ പറഞ്ഞ കുറച്ചും കൂടി ഗ്രിപ്പ് ഉള്ളതും വീതി ഉള്ളതുമായിരിക്കും. അതും ഇപ്പോൾ ഈ പറഞ്ഞ നമ്മളുടെ പെർഫോമൻസിനെ, ഇപ്പോൾ ഈ പറഞ്ഞ ഈ ടെറൈനിലുള്ള പെർഫോമൻസിനെ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ടയർ വീതി കൂടുന്തോറും നമുക്ക് ഒരു കയറ്റം അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു അപ്പ് ഹില്ല് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ഓഫ് റോഡ് ആ ഒരു രീതിയിലേക്കുള്ള റൈഡ് നമ്മൾ അത്രത്തോളം കംഫർട്ട് കൂടിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമുക്ക് മാക്സിമം വേറെ ഏത് കാറ്റഗറി ഓഫ് സൈക്കിൾ ഉപയോഗിക്കുന്നതിനെക്കാട്ടിയും കൂടുതലായിട്ട് നമുക്ക് പെർഫോമൻസ് കിട്ടും. അതുകൊണ്ട് അങ്ങനത്തെ ആ ഒരു രീതിയിലാണ് ഈ ഒരു എം ടി ബി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എം ടി ബി തന്നെ നമുക്ക് കുറേ സബ് കാറ്റഗറീസ് ഉണ്ട്. ഇപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ 29er ഉണ്ട്. 29er എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീൽ സൈസ് 29 ഇഞ്ച് ആയിരിക്കും. അല്ലെങ്കിൽ ഈ 700C എന്ന് പറഞ്ഞൊരു വീൽ സൈസ് ഉണ്ടല്ലോ, അതിനോട് യോജിച്ചായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റോഡ് സൈക്കിളിൻ്റെ ടയർ വേണമെങ്കിൽ ഇതിലിട്ട് ഉപയോഗിക്കാൻ പറ്റും. ക്ലിയറൻസ് നമുക്ക് കറക്റ്റ് ആയിരിക്കും. ഇപ്പോൾ വേറെ ഏതെങ്കിലും, അതായത് ഇപ്പോൾ ഒരു 27.5 എന്ന് പറഞ്ഞൊരു കാറ്റഗറി കൂടെ ഉണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ. അപ്പോൾ ആ ഒരു സൈക്കിളിൽ നമുക്ക് 700C സൈക്കിൾ, ഈ 700C വീൽ ഉപയോഗിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത്ര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ക്ലിയറൻസ് ഉണ്ടാവില്ല, അതായത് ഈ ഫോർക്കിൽ അത് സൂട്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അഡ്വാൻറ്റേജും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് അഡ്വാൻറ്റേജ് മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സൈക്കിളാണ്, അതായത് ഈ 29er ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് പ്ലെയിൻ റോഡിൽ ഉപയോഗിക്കുകയാണെങ്കിൽ സൈക്കിളിൻ്റെ ടയറിൻ്റെ രൂപം ഈ റിമ്മ് ചിലതിന് മാറ്റേണ്ടി വരും. അപ്പോൾ ആ റിമ്മും കൂടെ മാറ്റുകയാണെങ്കിൽ നമുക്ക് ആ റോഡ് സൈക്കിളിൻ്റെ ഒരു പർപ്പസിലേക്കും കൂടെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അടുത്തൊരു സബ് കാറ്റഗറി ആയിട്ട് വരുന്നത് 27.5 ടയർ സൈസുള്ള എം ടി ബിസ്. അപ്പോൾ അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ വീൽ സൈസ് കുറവായിരിക്കും എന്ന് വെച്ചാൽ ഈ 29നെക്കാട്ടിയും കുറച്ചും കൂടെ കുറവായിരിക്കും. 29ൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയമീറ്റർ വലിപ്പം കൂടിയുകൊണ്ട് നമുക്ക് ഒരുപാട് ഏരിയ, അതായത് ഒരു പെഡൽ സ്ട്രോക്കിൽ നമുക്ക് 27.5നെക്കാട്ടിയും കൂടുതൽ ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഒരു 15-20 സെൻറ്റിമീറ്റർ ആയിരിക്കും. അത് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമ്മൾ അധികം ദൂരമാണ് റൈഡ് ചെയ്യുന്നെങ്കിലായിരിക്കുള്ളൂ ശരിക്കും അതിൻ്റെ വ്യത്യാസം റിഫ്ലക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഈ 29er നമുക്ക് വളയ്ക്കാനായിട്ട് കുറച്ച് ഹാൻഡ്ലിങ് കുറച്ച് ഈ 27.5നെ കമ്പയർ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ കയറ്റുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ 27.5 ആയിരിക്കും കുറച്ചും കൂടി പെർഫോമൻസ് വരിക. പക്ഷേ ഈ 29er നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പോൾ പറഞ്ഞാൽ നമ്മളൊരു ഡൗൺ ഹിൽ അതുപോലെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ വഴിയിലേക്ക് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കുള്ളൂ അതിൽ. ഇനി എം ടി ബി കാറ്റഗറിയിൽ തന്നെ ഒരു സബ് കാറ്റഗറിയായിട്ട് നമുക്ക് വരുന്ന സൈക്കിളാണ് ഡൗൺ ഹിൽ സൈക്കിള്, ഫ്രീ റൈഡ് സൈക്കിള്, പിന്നെ എൻഡ്യൂറോ സൈക്കിള്, പിന്നെ ഫാറ്റ് ബൈക്ക്. ഇപ്പോൾ ഈ പറഞ്ഞ ടൈപ്പ് സൈക്കിളും ഈ എം ടി ബി എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന സൈക്കിൾസാണ്. ഡൗൺ ഹിൽ ബൈക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഡൗൺ ഹിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രം മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന സൈക്കിളാണ്. എം ടി ബിയുടെ ഒരു രൂപം, അതായത് ഈ പറഞ്ഞ മണ്ണുള്ള ഫ്രെയിം, ഈ റൈസർ ഹാൻഡിൽ ബാർ, വലിയ ടയർ, ഈ ഗ്രിപ്പുള്ള ടയർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഉണ്ടാവും. കുറച്ചും കൂടെ ഈ ഡൗൺ ഹിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പെസിഫൈ ചെയ്തായിരിക്കുള്ളത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് മെയിനായിട്ട് വേണ്ടി വരുന്നത് ഷോക്ക് അബ്സർ എപ്പോഴും നമുക്ക് നല്ല ട്രാവൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ഷൻ കൂടുതൽ അബ്സോർബ് ചെയ്യാനായിട്ട് കൂടുതൽ ട്രാവലുള്ള ഒരു സസ്പെൻഷൻ ആയിരിക്കുള്ളൂ ഇതിന് വേണ്ടി വരുന്നത്. പിന്നെ ഫ്രെയിം ഒരു നോർമൽ ഒരു ഓഫ് റോഡ് ചെയ്യുന്ന സൈക്കിളിനെക്കാട്ടി സ്ട്രോങ് ഫ്രെയിം ആയിരിക്കണം.
അപ്പോൾ ഈ ഡൗൺ ഹിൽ ബൈക്സിൻ്റെ ഒരു പർപ്പസ് അല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൗൺ ഹിൽ ചെയ്യുക എന്നുള്ളൊരു പർപ്പസ് മാത്രമേ ആയിരിക്കുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ ചെറിയ മോഡിഫിക്കേഷൻസ് ടിപ്പിക്കൽ MTB ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിനെ സ്പെസിഫൈ ചെയ്തിട്ട് ഡൗൺ ഹിൽ ബൈക്സ് എന്ന് വിളിക്കുന്നത്. ഡൗൺ ഹിൽ ചെയ്യുമ്പോൾ കുറച്ച് ചരിവ് ഉണ്ടാവുമല്ലോ, ഫ്രണ്ടിലേക്ക് കുറച്ച് ചരിവ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അപ്രൈറ്റ് പൊസിഷൻ നമുക്ക് എപ്പോഴും കീപ്പ് ചെയ്യണം. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതലും വിസിബിലിറ്റി, അതായത് നമുക്ക് ഫ്രണ്ടിലുള്ള സാധനങ്ങൾ കാണുന്നതിനും ശരിയായ ഹാൻഡിലിങ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് എപ്പോഴും ആ ഒരു അപ്രൈറ്റ് പൊസിഷൻ കീപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് ഈ ഡൗൺ ഹിൽ ചെയ്യുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ ഡിസൈൻ മോഡിഫിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബാക്ക് വീലിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ സാഡിൽ ചേർന്നിരിക്കുന്ന രീതിയിൽ, അതായത് നമ്മൾ താഴത്തോട് കുറച്ച് ചരിഞ്ഞ് ആണ് നമ്മൾ മൂവ് ചെയ്യുന്നെങ്കിൽ കൂടെ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഫ്രണ്ടിലേക്ക് ഉള്ള ഒരു വിസിബിലിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു രീതിയിലായിരിക്കുള്ളൂ അതും മാനുഫാക്ചർ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ MTBയുടെ കാറ്റഗറി തന്നെ വരുന്നതാണ് ഈ ഫ്രീ റൈഡ് ബൈക്ക്. ഫ്രീ റൈഡ് ബൈക്കും ഡൗൺ ഹിൽ ബൈക്കും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇത് ഡ്യൂൾ സസ്പെൻഷനാണ്, പിന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓൾമോസ്റ്റ് സെയിം ആണ്. ഈ ഫ്രീ റൈഡ് ബൈക്കിൻ്റെ മെയിനായിട്ടുള്ള പർപ്പസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രയൽ റൈഡിങ്, അതുപോലെ സ്കിൽസ് കാണിക്കുക. ഇപ്പോൾ നമ്മളൊരു മഡ് റേസിൻ്റെ ബൈക്ക് എന്തൊക്കെ ചെയ്യും ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഫ്രീ റൈഡ് ബൈക്ക് ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഇത് ഡൗൺ ഹിൽ ബൈക്കിൽ നിന്ന് വേറെ കുറച്ച് വ്യത്യാസങ്ങളുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫ്രെയിം കുറച്ചും കൂടെ ലൈറ്റ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സ്കിൽസ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ വെയിറ്റ് കുറവായിരിക്കും ഈ ഫ്രീ റൈഡ് ബൈക്കിന്. MTBയുടെ കാറ്റഗറിയിൽ തന്നെ വരുന്ന സൈക്കിളാണ് എൻഡ്യൂറോ ബൈക്സ്. എൻഡ്യൂറോ ബൈക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രോസ് കൺട്രി ബൈക്സും ഡൗൺ ഹിൽ ബൈക്സും കൂടെയുള്ള ഒരു ഹൈബ്രിഡാണ്. അതുകൊണ്ട് തന്നെ സൈക്കിളിന് ക്രോസ് കൺട്രി ബൈക്കിൻ്റെ കുറേ ഗുണങ്ങളുണ്ടാവും, ഡൗൺ ഹിൽ ബൈക്കിൻ്റെ കുറേ ഗുണങ്ങളുണ്ടാവും. ഫ്രെയിമിലേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രെയിം ലൈറ്റസ്റ്റ് ആയിരിക്കും. പിന്നെ ഡൗൺ ഹിൽ ബൈക്കിനെ പോലെ തന്നെ ഡ്യൂൾ സസ്പെൻഷൻ ഉണ്ടാവും. പിന്നെ അതിൻ്റെ ട്രാവൽ കൂടുതലായിരിക്കും. 4 തുടങ്ങി 7 വരെയും ഇഞ്ച് ട്രാവലുള്ള സസ്പെൻഷൻ ആയിരിക്കുള്ളൂ ഈ ബൈക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഫാറ്റ് ബൈക്സ് ഈ MTBയുടെ ഒരു സബ് കാറ്റഗറി ആയിട്ട് തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്ന ഒരു ബൈക്കാണ്. പിന്നെ ഫ്രെയിം ഡിസൈൻ ഓൾമോസ്റ്റ് MTB പോലെ തന്നെ ഇരിക്കുള്ളൂ. പിന്നെ പൊതുവെ ഞാൻ കണ്ടിട്ടുള്ളത് ഫോർക്ക് റിജിഡ് ആയിരിക്കും വരുന്നത്, സാധാരണ MTBയുടെ പോലെ സസ്പെൻഷൻ ഫോർക്ക് ആയിരിക്കില്ല. പിന്നെ വീല് സാധാരണ MTBനെ കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഹ്യൂജ് ആയിരിക്കും. അത് നമുക്ക് ഒരു ഇഞ്ചിൽ നോക്കുകയാണെങ്കിൽ 3.7 ഇഞ്ചാണ് അതിൻ്റെ വീൽ സൈസ് വരിക. സാധാരണ MTBനെക്കാട്ടിയും നല്ല ഹ്യൂജ് ആയിരിക്കും. പിന്നെ ഇത് പൊതുവേ ഒരു സ്പോർട്സ്, നല്ലൊരു എക്സ്ട്രീം സ്പോർട്സ് അങ്ങനത്തെ ഒരു ആക്ടിവിറ്റീസ് വേണ്ടിയിട്ട് ആരും ഉപയോഗിക്കുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല പക്ഷേ ഇവിടെ നമുക്ക് കേരളത്തിൽ അത് വെച്ച് BRM ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. ഈ ബൈക്ക് നമുക്ക് പൊതുവേ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. പൊതുവേ നമുക്ക് അതിൻ്റെ ഒരു പർപ്പസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാൻഡ്, ബീച്ച്, സ്നോ അങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള ടെറൈനിൽ റൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പൊതുവേ ഈ ബൈക്ക് ഉപയോഗിക്കുന്നത്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റും മേജറായിട്ടുള്ള ഒരു കാറ്റഗറി ഹൈബ്രിഡ് സൈക്കിൾസ് ആണ്. ഹൈബ്രിഡ് സൈക്കിൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ റോഡ് സൈക്കിളിനെ രണ്ടാമത് പറഞ്ഞ MTBയുടെ ഒരു മിക്സ് ആയിരിക്കും, ഒരു ഹൈബ്രിഡ് ആയിരിക്കുള്ളൂ ഈ ഹൈബ്രിഡ് സൈക്കിൾ. അതായത് റോഡ് സൈക്കിളിൻ്റെ ഗുണങ്ങളും ഉണ്ടാവും, MTBയുടെ ഗുണങ്ങളും ഉണ്ടാവും. ഹൈബ്രിഡ് സൈക്കിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സിറ്റി റൈഡ്സും അതുപോലെ തന്നെ അത്യാവശ്യം ഓഫ് റോഡിങ് ചെയ്യാവുന്ന രീതിയിലാണ്. ഇപ്പോൾ നമ്മൾ റോഡ് സൈക്കിളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ റോഡ് സൈക്കിളിലൂടെ നമുക്ക് ഓഫ് റോഡ് പോകാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ MTBയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ MTB വെച്ചിട്ട് ഒരു പ്ലെയിൻ റോഡിൽ നമുക്ക് റോഡ് സൈക്കിളിൻ്റെ പെർഫോമൻസ് കിട്ടില്ല. അപ്പോൾ അത് രണ്ടും കോംപ്രമൈസ് ചെയ്തിട്ടാണ്. അതായത് MTBയുടെ കുറേ ഗുണങ്ങളും റോഡ് സൈക്കിളിൻ്റെ കുറേ ഗുണങ്ങളും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഈ ഹൈബ്രിഡ് സൈക്കിൾ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് MTBയുടെ കുറേ ഗുണങ്ങളും ഈ ഹൈബ്രിഡ് സൈക്കിളിൽ നമുക്കുണ്ടാവും, അതുപോലെ തന്നെ റോഡ് സൈക്കിളിൻ്റെ ഗുണങ്ങളുണ്ടാവും. ഇപ്പോൾ ഹൈബ്രിഡ് സൈക്കിൾ ഉപയോഗിക്കുമ്പോൾ റോഡ് സൈക്കിളിൻ്റെ പെർഫോമൻസ് തന്നെ നമുക്ക് കിട്ടില്ലെങ്കിൽ കൂടെ അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരു പെർഫോമൻസ് നമുക്ക് ഈ ഹൈബ്രിഡ് സൈക്കിളിൽ നമുക്ക് റോഡിൽ കിട്ടും. ഹൈബ്രിഡ് സൈക്കിൾ സിറ്റി കമ്മ്യൂട്ടിങ്, അതുപോലെ ടൂറിങ്, അതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു ഓൾറൗണ്ടറായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. മെജോറിറ്റി ഇപ്പോൾ നമുക്ക് കേരളം അല്ലെങ്കിൽ നമുക്ക് കുറേ സൈക്ലിസ്റ്റുകളെ നമ്മൾ കണക്കെടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് ഹൈബ്രിഡ് സൈക്കിളായിരിക്കുള്ളൂ. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈക്ലിങ്ങിലേക്ക് വരുമ്പോൾ ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ റോഡ് സൈക്കിളൊക്കെ ആണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു തുടക്കക്കാർക്ക് തുടങ്ങുന്നതും അല്ലെങ്കിൽ തുടങ്ങാൻ നല്ലതും ഈ പറഞ്ഞ ഹൈബ്രിഡ് തന്നെ ആയിക്കോളൂ. ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ കേരളത്തിലും അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യ ലെവലിൽ തന്നെ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ പേര് ലോങ് റൈഡ്സും ടൂറിങ്ങും എല്ലാം ചെയ്യുന്നത് ഈ ഹൈബ്രിഡ് സൈക്കിൾ തന്നെയാണ്. ഹൈബ്രിഡ് സൈക്കിൾ മെയിനായിട്ട് കാറ്റഗറൈസ് ചെയ്യണമെങ്കിൽ 2 ടൈപ്പ് ഉണ്ടാവും. ഫോർക്ക് വെച്ചാണ് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നാമത് ഒരെണ്ണത്തിൽ റിജിഡ് ഫോർക്കും വരുന്നുണ്ട്, വേറൊരെണ്ണം നോക്കുകയാണെങ്കിൽ സസ്പെൻഷനുള്ള ഫോർക്കും വരുന്നുണ്ട്. ഹൈബ്രിഡ് സൈക്കിളിൽ നമ്മൾ വലിയ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ റോഡ് സൈക്കിളായാലും MTB ആയാലും. അപ്പോൾ നമ്മൾ മെജോറിറ്റി ആളുകൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹമുള്ള കുറച്ച് കാറ്റഗറി സൈക്കിൾ വീഡിയോ കുറച്ചും കൂടെ വലുതാക്കി കുറച്ചും കൂടി ഡീറ്റെയിൽ അടങ്ങുന്ന വീഡിയോസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്.
പിന്നെ അടുത്ത കാറ്റഗറി സൈക്ലോ ക്രോസ് ആണ്. സൈക്ലോ ക്രോസ് ബൈക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സൈക്ലോ ക്രോസ് റേസ് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന സൈക്കിളാണ്. അത് യൂറോപ്പിൽ നെതർലാൻഡ്സ്, ബെൽജിയം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വിൻ്റർ സീസണിൽ നടക്കുന്ന ഒരു കോമ്പറ്റീഷനാണ് ഈ സൈക്ലോ ക്രോസ് റേസ് എന്ന് പറയുന്നത്. സൈക്ലോ ക്രോസ് ബൈക്ക് ഓൾമോസ്റ്റ് ഒരു റേസിംഗ് ബൈക്ക് അല്ലെങ്കിൽ ഒരു റോഡ് സൈക്കിളിൻ്റെ ഒരു രീതിയിലായിരിക്കും ഉള്ളത്. കാണാനായിട്ട് ഡ്രോപ്പ് ബാറൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോമെട്രിയാണ്. ജോമെട്രിയിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ റോഡ് ബൈക്കായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ അതിന് ഡിഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടയർ കുറച്ച് വിട്ട് കൂടിയുള്ള ടയർ ആയിരിക്കുള്ളൂ. അതായത് മഡിലും അതുപോലുള്ള സാധനങ്ങളിലായിരിക്കുള്ളൂ ഈ സൈക്ലോ ക്രോസ് റേസ് എന്ന് പറഞ്ഞ സംഭവം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ടയറിൻ്റെ വ്യത്യാസം ഉണ്ടാവും, സൈസിലുള്ള വ്യത്യാസം ഉണ്ടാവും. പിന്നെ ക്ലിയറൻസ് കൂടുതലുണ്ടാവും. അതായത് ഈ ടയറിൽ മഡ് അതുപോലുള്ള സാധനങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഫോർക്കിൽ ഒരഞ്ഞ് നമ്മുടെ റൈഡിനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൈസും കാര്യങ്ങളൊക്കെ അതിൽ ഡിഫറെൻ്റ് ആയിരിക്കും. അടുത്തൊരു കാറ്റഗറി സൈക്കിളാണ് റേസിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. റേസിംഗ് സൈക്കിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം റോഡ് ബൈക്ക് പോലെ തന്നെ ഇരിക്കും. റോഡിൽ കൂടുതൽ സ്പീഡ് തരുന്നതിന് വേണ്ടിയിട്ട് ലൈറ്റ് വെയിറ്റ് ഫ്രെയിം ആയിരിക്കും, ഡ്രോപ്പ് ഹാൻഡിൽ ബാർ ആയിരിക്കും, എയറോഡൈനാമിക് പൊസിഷൻ ആയിരിക്കും. ആ ഒരു രീതിയിലായിരിക്കുള്ള ഈ സൈക്കിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാക്സിമം സ്പീഡ് അറ്റൈൻ ചെയ്യാമെന്നുള്ളൊരു ഇൻറ്റൻഷൻ ഉള്ളതുകൊണ്ട് അതിൽ വളരെ കുറവ് ആക്സറീസേ ഫിറ്റ് ചെയ്യാറുണ്ടാവുള്ളൂ. പിന്നെ അതിൻ്റെ ടയർ പ്രഷർ നല്ല ഹൈ ആയിട്ടായിരിക്കുള്ളൂ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതായത് റോളിംഗ് റെസിസ്റ്റൻസ് പ്രഷർ കൂടുന്തോറും കുറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പ്രഷറിലായിരിക്കുള്ളൂ എയർ ഫില്ല് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ഇതിൻ്റെ ഗിയറിങ് വരുന്നത് നമുക്ക് ഒരു 18 to 30 ആണ് ഇതിൻ്റെ ഗിയറിങ് വരുന്നത്. വളരെ മൈന്യൂട്ട് വ്യത്യാസത്തിലായിരിക്കുള്ളൂ ഇതിൻ്റെ ഗിയറിങ് പോയിരിക്കുന്നത്. നമുക്ക് അത്രയും സ്മൂത്തായിട്ട് അല്ലെങ്കിൽ അത്രയും ആക്സിലേഷൻ അത്രയും സുഖമാകുന്നതിന് വേണ്ടിയിട്ടാണ് അത്. അടുത്തത് ട്രയാത്തലോൺ ബൈക്ക്. ട്രയാത്തലോൺ ബൈക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രയാത്തലോൺ എന്ന് പറഞ്ഞ സ്പോർട്സ് ഇവൻ്റ് ഉണ്ട്. അതിൽ 3 സ്പോർട്സ് കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് ട്രയാത്തലോൺ എന്ന് പറയുന്നത്. അതായത് റണ്ണിങ്, സ്വിമ്മിങ്, സൈക്ലിങ്. അപ്പോൾ ആ സൈക്ലിങ് വേണ്ടി സ്പെസിഫൈ ചെയ്ത് ഉപയോഗിക്കുന്ന സൈക്കിളാണ് ട്രയാത്തലോൺ സൈക്കിൾ എന്ന് പറയുന്നത്. ഈ ഇവൻറ്റിന് നമ്മൾ അയൺമാൻ ഇവൻ്റ് എന്നൊക്കെ പറയാറുണ്ട്. ഈ ട്രയാത്തലോൺ ബൈക്കിന് നമുക്ക് ഏറ്റവും അഗ്രസീവായിട്ടുള്ള ഒരു റൈഡിങ് പൊസിഷൻസ് തരുന്ന ഒരു സൈക്കിളാണ് ഇത്. കൂടാതെ ഇതിൻ്റെ ഹാൻഡിലുമ്പോൾ തന്നെ ട്രൈ ബാർ എന്ന് പറയും, കൂടാതെ എയറോ ബാർ എന്നൊക്കെ പറയാറുണ്ട്. ഫോർവേഡ് ഫേസിങ് റൈഡിങ് പൊസിഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആണ് ഈ ബാർസ് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ ബാർസ് ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ ബോഡി കുറേ നാരോവും എയർ റെസിസ്റ്റൻസ് നമുക്ക് കുറയും. മാത്രമല്ല ഇത് ആ ഒരു പൊസിഷനിലേക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഹെഡ് ട്യൂബ് കുറച്ചും കൂടി ഷോർട്ട് ലെങ്ത് ആയിരിക്കും. ഈ ട്രൈ ബാർ ഉപയോഗിക്കുമ്പോൾ ഡ്രോപ്പ് ഹാൻഡിലിനെക്കാളും കൂടുതൽ നമുക്ക് എയറോഡൈനാമിക് പൊസിഷനിലേക്ക് വരും. ഇതിൻ്റെ സീറ്റ് പോസ്റ്റ് ഒരു വ്യത്യാസം ഉണ്ടാവും. സാധാരണ സൈക്കിളിൽ ഒരു റൗണ്ട് പൊസിഷൻ ആയിരിക്കും, ഇതൊരു ഓവലായിട്ട് കുറച്ചും കൂടെ പ്രസ് ചെയ്തിരിക്കുന്ന ടൈപ്പിലായിരിക്കുള്ളൂ അതിൻ്റെ ഷേപ്പ്. അത് എയറിനെ കൂടുതലായിട്ട് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അടുത്താണ് BMX ബൈക്ക്. BMX ബൈക്ക് പൊതുവേ ഉപയോഗിക്കുന്നത് സ്റ്റണ്ട് സ്കിൽസ് കാണിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ റേസിന് വേണ്ടി ഉപയോഗിക്കും. പകുതി ഉപയോഗിക്കുന്നത് BMX ട്രാക്കിൽ തന്നെ ഇരിക്കും. പിന്നെ ഇതിൻ്റെ സൈക്കിൾ നമ്മൾ അതിൻ്റെ അപ്പിയറൻസ് പറയുകയാണെങ്കിൽ സിംഗിൾ സ്പീഡ് ആയിരിക്കും. അതിൻ്റെ ഫ്രെയിം, ടയർ ഇതൊക്കെ ചെറുതായിരിക്കും. അതിൻ്റെ ടയർ പിന്നെ കുറച്ച് വൈഡർ ആയിരിക്കും. ഇതൊക്കെയാണ് BMXനെ കുറിച്ച് പറയാനുള്ളത്. ഫംഗ്ഷൻ കൊണ്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ഇത്രയും സൈക്കിൾസാണ്. കുറച്ചും കൂടി വേണമെങ്കിൽ നമുക്കത് ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷേ നമ്മൾ ഏറ്റവും മേജറായിട്ടുള്ള സൈക്കിൾസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ കുറച്ച് സൈക്കിൾസും കൂടെ ഉണ്ട്. പിന്നെ ഇത് ഒരു സീരീസ് ഓഫ് വീഡിയോസാണ്. ഇതിൻ്റെ കൂടാതെ ഇനിയിപ്പോൾ പല രീതിയിലുള്ള കാറ്റഗറൈസേഷൻസ് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അതായത് ഫ്രെയിം മെറ്റീരിയൽ, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ റൈഡർമാരുടെ എണ്ണം, ടയറിൻ്റെ എണ്ണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇനി അടുത്ത വീഡിയോസ് വരുന്നതായിരിക്കും. വീഡിയോ കണ്ട എല്ലാവർക്കും മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.